ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ശ്വേതാ സുമൻ എന്ന സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പത്രിക തള്ളിയത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. അതെന്താണ് കാരണമെന്ന് വിശദീകരിക്കാമോ? അതുമാത്രമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു വിവരങ്ങൾ ഓരോ ദിവസവും നമ്മൾ കൊടുക്കാറുള്ള അപ്ഡേറ്റുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ ഉത്തരേന്ത്യയിലെമ്പാടും തണുപ്പ്, ദീപാവലി കഴിയുന്നതോടുകൂടി തണുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ബീഹാർ ചൂട് പിടിച്ചിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നവംബർ 4-ാം തീയതി 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. നവംബർ 2-ാം ഘട്ട വോട്ടെടുപ്പും അതിനെ തുടർന്ന് നടക്കും. നവംബർ 14-ന് ഫലം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവിടെ തീ പാറുന്ന മത്സരമാണ് ഇന്ത്യ സഖ്യവും NDA മുന്നണിയും തമ്മിൽ നടക്കുന്നത്. ഇന്ത്യ സഖ്യം നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്, അതുപോലെ RJD, ലാലു പ്രസാദ് യാദവിൻ്റെ RJD, അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ഇന്ത്യ മുന്നണിക്ക് ഒട്ടും ഗുണം ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിലുള്ള മുന്നേറ്റം ചൂണ്ടിക്കാണിക്കുന്നതല്ല. മറിച്ച് ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ബീഹാറിലെ കൈമുർ മോഹനിയ മണ്ഡലത്തിൽ മത്സരിക്കുന്ന RJDയുടെ സ്ഥാനാർത്ഥി ശ്വേതാ സുമൻ എന്നാണ് അവരുടെ പേര്. അവരുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. അത് തള്ളാനൊരു കാരണമുണ്ട്. അവർ പത്രിക സമർപ്പിച്ചപ്പോൾ 2020 അവർ മത്സരിച്ചിരുന്നു. അന്ന് അവർ പത്രിക സമർപ്പിച്ചിരുന്നപ്പോൾ നൽകിയ വിലാസവും അവരുടെ അഡ്രസ്സിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ചന്ദൌലി ആണ് ജന്മദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2025 അവർ പത്രിക സമർപ്പിച്ചപ്പോൾ അത് ഉത്തർപ്രദേശിലെ ചന്ദൌലി എന്നുള്ള വിലാസം മാറ്റിയിട്ട് ഈ ബീഹാറിലെ ഒരു വിലാസമാണ് നൽകിയിരിക്കുന്നത്. ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് വിശദീകരണം ചോദിച്ചു. അവർ വിശദീകരണം സമർപ്പിച്ചെങ്കിലും അത് തൃപ്തികരമല്ലാത്തതിനാൽ അവരുടെ പത്രിക റദ്ദാക്കുകയായിരുന്നു. ഈ ശ്വേതാ സുമൻ തൻ്റെ ഭാഗം കേട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നിന്ന് പറയുന്നത് പോലെ തുള്ളുകയാണെന്നും ഒക്കെ ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എതിർ സ്ഥാനാർത്ഥി BJPയുടെ NDA സഖ്യത്തിൻ്റെ BJPയിലെ സംഗീതയാണ് അവരുടെ എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ ശ്വേതാ സുമൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ നാമനിർദ്ദേശ പത്രികയിലെ പൊരുത്തക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായ ഒരു വിശദീകരണം അവർക്ക് നൽകാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ മറ്റൊരു ഈ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രികയാണ്. അത് സുഗൌലി എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. അവിടെ ഈ മഹാസഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് VIP, വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ ശശിഭൂഷൺ സിംഗ് എന്നയാളാണ് അവിടെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. അവിടെയും ഒരു സാങ്കേതിക പിഴവ് അവർക്കുണ്ടായി. കാരണം ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനെ 10 പേർ പിന്തുണയ്ക്കണം. ആ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചുകൊണ്ട് 10 പേർ ഒപ്പിടണം. അതിൽ ആകെ ഒപ്പിട്ടിരിക്കുന്നത് ഒരാളാണ്. RJDയുടെ ഒരാൾ മാത്രമാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി ഒപ്പുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളിയത്. ഇതുപോലെ തന്നെ ഇവിടെ ഇതേ സ്ഥലത്ത് RJDയുടെ, ഇദ്ദേഹം ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും RJDയും കോൺഗ്രസും എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ അവിടെ RJD നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ഥാനാർത്ഥിയും പത്രിക കൊടുത്തിരുന്നു. ആ വിമത സ്ഥാനാർത്ഥിയുടെ പേര് ഓം പ്രകാശ് ചൗധരി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പത്രികയിലും കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് ഈ സാങ്കേതികമായി പിഴവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പത്രികയും തള്ളി. ഫലത്തിൽ അവിടെ ഈ സുഗൌലിയിൽ ഇന്ത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. അവിടെ NDAയും അതുപോലെ തന്നെ ജൻസ്വരാജ് പാർട്ടി, നമ്മുടെ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇത്തരത്തിൽ
ഇന്ത്യ മുന്നണിക്ക്, മഹാസഖ്യത്തിന് പല മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സാങ്കേതിക പിഴവ് മൂലമോ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലോ തള്ളിയിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കുമ്പോൾ കൃത്യമായ വിശദീകരണം നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പത്രിക തള്ളപ്പെടുന്നത്. ഈ ഡൽഹി പറയുന്നത് അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഒരു NDA സ്ഥാനാർത്ഥിയുടെ പത്രികയും ഇതുപോലെ തള്ളിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ പിഴവുണ്ടായിരുന്നത് കൊണ്ട് ആ പത്രിക സ്വാഭാവികമായിട്ടും തള്ളപ്പെടും, അല്ലെങ്കിൽ റദ്ദാക്കപ്പെടും. അതവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും നിലനിൽക്കില്ല എന്ന് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി ഇന്ത്യ മുന്നണിയിൽ നമുക്കറിയാം, മഹാസഖ്യത്തിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും മുന്നണിയിലെ ഈ മഹാസഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ഏതാണ്ട് 12 മണ്ഡലങ്ങളിൽ നിലവിൽ RJDയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു. RJD 143 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 61 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ പലതും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാകാതെ രണ്ടുപേരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളുമുണ്ട്. ഇവിടെയാണ് ഈ മഹാസഖ്യത്തിലെ വിള്ളൽ വലിയ രീതിയിൽ ദൃശ്യമാകുന്നത്. ഈ സൗഹൃദ മത്സരം എന്ന ഓമന പേരിട്ട് ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് RJDയും കോൺഗ്രസും അതുപോലെ ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ഒക്കെ തമ്മിൽ വലിയ കലഹത്തിലാണ് അവിടെ എന്ന് വ്യക്തമാണ്. തൊട്ടടുത്ത സംസ്ഥാനം ജാർഖണ്ഡിലെ JMM എന്ന പാർട്ടി ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയാണ്. അവിടെ ഈ ജാർഖണ്ഡ് ഭരിക്കുന്നത് JMMഉം കോൺഗ്രസും RJDയും ചേർന്നാണ്. RJDക്ക് ഒരു മന്ത്രിയുണ്ട്, കോൺഗ്രസിന് 4 മന്ത്രിമാരുണ്ട്, ബാക്കി JMMന്റെ മന്ത്രിമാരാണ്. അവിടെ സത്യത്തിൽ JMMന് 34 സീറ്റുണ്ട്. ഏതാണ്ട് 40 സീറ്റുണ്ടെങ്കിൽ അവിടെ ഭരിക്കാം. കോൺഗ്രസ്സിന് 10-16 സീറ്റുണ്ട് അവിടെ. ഈ RJDക്ക് 4 സീറ്റ് അവിടെ ഉണ്ട്. പിന്നെ അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽപ്പെട്ട 2 സീറ്റുകൾ കൂടി അവർക്കുള്ളത് കൊണ്ടാണ് അവരവിടെ അത്യാവശ്യം ഭൂരിപക്ഷമുണ്ട് അവർ ഭരിക്കുന്നത്. പക്ഷേ ഈ JMMന്റെ നേതാവും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ബീഹാറിലെ ബീഹാറിൽ തങ്ങൾക്ക് 6 സീറ്റുകൾ ലഭിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അവർ. പക്ഷേ ആ 6 സീറ്റുകൾ അവിടെ കൊടുത്തില്ല. അത് RJDയും കോൺഗ്രസും തമ്മിൽ അതിനെ ചൊല്ലി തർക്കമുണ്ടാകുകയും ഈ JMMനെ ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ ആ JMM അതോടുകൂടി അവിടെ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ഈ ജാർഖണ്ഡിലെ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ പിന്തുണ, അതിൻ്റെ ഈ ഭരണത്തെക്കുറിച്ച് പുനഃപരിശോധിക്കും എന്ന് ഈ ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ കലഹവും തമ്മിലടിയും മുന്നണിക്കുള്ളിൽ നടക്കുകയാണ്. ഇത് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രധാന ദൂതനായി രാജസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അവിടെ എത്തിയിരുന്നു. അദ്ദേഹം തേജസ്വി യാദവുമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്, മുന്നണിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല, സൗഹൃദ മത്സരം അങ്ങനെ അങ്ങ് നടക്കട്ടെ, അവിടെയുമൊക്കെ ഞങ്ങൾ തന്നെ ജയിക്കും, കോൺഗ്രസ്സിന് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകും ബീഹാറിൽ എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ കലഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയ ആക്ഷേപമുണ്ട്, പണം വാങ്ങി സീറ്റ് വിറ്റു എന്ന ആക്ഷേപം കോൺഗ്രസ്സിനെതിരെ ഉണ്ട്. അതുപോലെ RJD നമ്മൾ കണ്ടതാണ്, ലാലുവിൻ്റെ വസതിക്ക് മുന്നിൽ ഒരു സീറ്റ് മോഹിച്ച് തനിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു നേതാവ് എത്തുകയും അവിടെ റോഡിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞ് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു, തേജസ്വി യാദവിൻ്റെ ഏറ്റവും അടുത്ത അനുയായി സഞ്ജയ് യാദവ് 2 കോടി രൂപ വാങ്ങിക്കൊണ്ട് ആ സീറ്റ് വിൽക്കുകയായിരുന്നു. ലാലു തനിക്ക് ഉറപ്പ് നൽകിയ സീറ്റ്, തന്നെ മത്സരിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയ സീറ്റ് 2 കോടി രൂപ വാങ്ങി തേജസ്വിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി സഞ്ജയ് യാദവ് വിൽക്കുകയായിരുന്നു എന്ന ആക്ഷേപമാണ് അവിടെ ഉയർന്നത്. ഇത്തരത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ കൊണ്ടും കൊടുത്തും മഹാസഖ്യം
അവരുടെ നിലനിൽപ്പ് വലിയ അപകടത്തിലാക്കിയിരിക്കുകയാണ്. അതേസമയം NDA വലിയ പരിക്കുകളില്ലാതെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുകയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ മുന്നേറിക്കഴിഞ്ഞു. ഇപ്പോഴും മഹാസഖ്യവും ഇന്ത്യ മുന്നണിയും വേണ്ട രീതിയിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നതും കൂടി നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്.